It's me, Rahul Fabi. Welcome to Fabbsonwheels. So, ഇന്ന് നമ്മുടെ ജിപ്സിയുടെ കൂടെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം പെട്ടെന്ന് വന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ജിപ്സിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കണ്ടന്റുകളും ചില വീഡിയോസും ഒക്കെ തപ്പി അല്ലെങ്കിൽ ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ തപ്പി നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. സോ അതിനിടയ്ക്കാണ് നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാരണം പടിപടിയായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് നമ്മൾ പടിപടിയായിട്ട് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള വണ്ടിയിലുള്ള ആ ഒരു മോഡിഫിക്കേഷൻ്റെ പാർട്ടുകൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ചില മോഡിഫിക്കേഷൻ്റെ പാർട്ടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ സംഭവമാണ് നിങ്ങളോട് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ജിപ്സിയുടെ ആക്സറീസ് ഓഫ് റോഡ് ആക്സറീസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീലറെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ആക്സറീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് ടോപ്പിനെയും സോഫ്റ്റ് ടോപ്പിനെയും കുറിച്ചുള്ള ചില കാര്യങ്ങളുമായിട്ടും നിങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും കൂടുതൽ നിങ്ങളെ ദീർഘിപ്പിച്ച് എന്തായാലും ബോറടിപ്പിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഓഫ് റോഡ് ബമ്പറാണ്. ഈ ഒരു ബമ്പറിനെ കുറേ കാലം കൊണ്ട് ഞാൻ തിരക്കി നടക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫാൻസായിട്ടുണ്ട്. കാരണം രണ്ട് ടൈപ്പ് ബമ്പർ നമുക്ക് വരുന്നുണ്ട്. വിഞ്ച് കേപ്പബിൾ ആയിട്ടുള്ള ബമ്പറും വരുന്നുണ്ട്, വിഞ്ച് കേപ്പബിൾ അല്ലാത്ത രണ്ട് ബമ്പറിനകത്ത് ഞാൻ അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വിഞ്ച് കേപ്പബിൾ ആയിട്ടുള്ള ബമ്പറാണ്. പിന്നെ ബേസിക്കായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ബമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളെ MVD ഒക്കെ പിടിക്കുന്ന തരത്തിലുള്ള ബമ്പർ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം എല്ലാവരും ഈ ഒരു ഓഫ് റോഡ് ബമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജിപ്സിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ബമ്പർ നമുക്ക് എസെൻഷ്യലായിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബമ്പർ നമുക്ക് രണ്ട് പേര് പിടിച്ച് തന്നെ ഇവിടെ കൊണ്ട് വെക്കണം. അത്യാവശ്യം വെയിറ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ എൻ്റെ കസിൻസാണ് വീഡിയോസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്കിതിവിടെ എടുത്ത് വെക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു ബമ്പറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു ബമ്പറിനകത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് വിഞ്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സോ നമ്മളിപ്പോൾ വിഞ്ച് വെക്കുന്നില്ല, ഈ ഒരു ബമ്പർ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള കുറേ അപ്ഡേഷൻസ് ചെയ്യാനായിട്ടുണ്ട്. സോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഫിറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ പോരായ്മകളും ഇതിൻ്റെ ഗുണങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ബമ്പർ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ജിപ്സിയിലോട്ടൊന്ന് എടുത്ത് നോക്കിയാലോ. നമ്മളിപ്പോൾ വെക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ബമ്പർ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും. നമ്മുടെ വണ്ടിക്ക് നമുക്ക് ഒരുപാട് അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് സ്ക്രാച്ച് വരും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബമ്പറാണ് നമ്മുടെ വണ്ടിയിൽ വയ്ക്കുന്നത്. നമുക്ക് ഇവിടെ ആയിരിക്കും അതിൻ്റെ ഒരു വിഞ്ച് ഇവിടെ ആയിരിക്കും നമ്മൾ ആ ഒരു വിഞ്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ തൽക്കാലത്തേക്ക് വിഞ്ച് ഫിറ്റ് ചെയ്യുന്നില്ല, ബമ്പറും ഫിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ വണ്ടിയുടെ ബാക്കിയുള്ള പണികളെ കഴിഞ്ഞ ശേഷം ബമ്പർ ഞാൻ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബമ്പറിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് വേറൊരു ബമ്പർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സോ നോർമലി ഈ ഒരു ബമ്പർ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതല്ലാതെ തന്നെ ഇതിൻ്റെ ഈ താഴത്തെ പോർഷൻ വരുന്നൊരു ബമ്പറുണ്ട്. സോ അതിൻ്റെ മുകളിലൊരു ബുൾബാർ ടൈപ്പ് വരുന്ന സാധനമുണ്ട്. അതിൽ നമ്മൾ ഹെല്ലയുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാറുണ്ട്. സോ ഞാൻ അങ്ങനത്തെ ഒരു ബമ്പറിനോട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബമ്പർ എടുത്തത്. പിന്നെ ഈ ബമ്പർ കിട്ടിയ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്ത് കൊടുത്തു, നമ്മൾ തന്നെ ഓർഡർ ചെയ്ത ബമ്പറാണ്. ഈ ബമ്പറും അതോടൊപ്പം തന്നെ എൻ്റെ ബാക്ക് ബമ്പറും വരുന്നുണ്ട്. ബാക്ക് ബമ്പർ വിത്ത് ടയർ ക്യാരിയർ വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് ഓർഡർ ചെയ്ത്, ഞാനിപ്പോൾ ബമ്പറൊന്നും എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇത് ഓർഡർ ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ പുള്ളി എനിക്ക് ഗിഫ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ബെസ്റ്റ് സബ്സ്ക്രൈബറാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പേര് ഞാൻ ഇതിൽ എന്തായാലും എടുത്ത് പറയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളൊരു ജിപ്സി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ബമ്പറാണ്. അപ്പോൾ ഇപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് എടുക്കാനുള്ളൊരു പ്ലാനേ ഇല്ലായിരുന്നു, നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബമ്പർ നമുക്ക് കിട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മളെന്തായാലും ഫിറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതും പുള്ളി ഓർഡർ ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് എടുത്തതായിട്ടുള്ള സെയിം ബമ്പർ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നല്ലോ, ഇതിനകത്ത് വിഞ്ച് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബമ്പറിന് പ്രാഡിൻ്റെ ബമ്പർ നമ്മൾ നോക്കുന്നുണ്ട് 20,000 രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു 18,000 രൂപയ്ക്കും 20,000 രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കും ഈ ഒരു ടൈപ്പ് പ്രാഡിൻ്റെ ബമ്പറിൻ്റെ കോസ്റ്റ് വരുന്നത്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പ്രാഡിൻ്റെ സെയിം ടൈപ്പ് ബമ്പർ തന്നെയാണ്, പക്ഷേ ഒരു വലിയ ബ്രാൻഡൊന്നും ബിൽഡ് ചെയ്യുന്നൊരു ബമ്പറല്ല. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ബമ്പർ തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ പെയിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ പ്രാഡിൻ്റെ അത്രയൊന്നും വരത്തില്ല, അല്ലെങ്കിൽ ആ പ്രാഡിൻ്റെ ഒരു ലെറ്ററിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഇപ്പോൾ ഒരു ലേസർ കട്ടിങ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ എസെൻസി കട്ടിങ് ഒന്നും വരത്തില്ല ഇതിനകത്ത്. ജസ്റ്റ് നമുക്ക് ആ ഒരു ലുക്കിന് വേണ്ടി യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡ്യൂറബിളുമാണ്, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു ബമ്പർ തന്നെയാണ്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ലിറ്റിൽ ബിറ്റ് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ക്ലീൻ ആവും. പിന്നെ ഈ ഒരു ബമ്പറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കറിയാം ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ബമ്പർ 2 ബമ്പർ ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ എന്തായാലും ഉറപ്പായിട്ട് ഫിറ്റിംഗ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പക്ഷേ അതിന് കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ബമ്പർ വെക്കുന്ന സമയത്ത് നമുക്ക് നടുക്കൊരു പോർഷൻ വരും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞൊരു 18,000 20,000 രൂപ കൊടുത്ത് നമുക്ക് പ്രാഡിൻ്റെ ബമ്പർ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബമ്പർ തന്നെയാണ് ഈ ഒരു ബമ്പർ. സോ ഈ ഒരു ബമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഓഫ് റോഡ് ബമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സുമാമ്പ ടയേഴ്സിലുള്ള അനൂപിനെ, കണ്ണൂരിലുള്ള നമ്മുടെ അടുത്ത ബഡ്ഡിയാണ്. അപ്പോൾ അനൂപിനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനൂപിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഞാൻ ഇടാം. അനൂപാണ് ഇത് കേരളത്തിൽ അത്യാവശ്യം
ഡെലിവറിക്ക് ഇപ്പോൾ തരാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അനൂപിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബമ്പർ വാങ്ങാനായിട്ട് പറ്റും. ഈ ഒരു ബമ്പർ അതോടൊപ്പം ഞാൻ പറഞ്ഞ ബാക്കിൽ റിയറിൽ ബമ്പറുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പജീറോയ്ക്കൊക്കെ നിങ്ങൾക്ക് അറിയാം, പജീറോയ്ക്ക് ഈ ഒരു സ്റ്റോക്ക് ബമ്പറിൽ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ബമ്പർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബമ്പർ ആ ഒരു ലുക്കിന് ഇൻസ്പയർ ആയിട്ടുള്ള, അപ്പോൾ ആ പജീറോ കണ്ട് പജീറോയുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബമ്പർ സെലക്ട് ചെയ്യാനും കൂടെ ഉള്ളൊരു കാര്യം. ഭാഗ്യവശാൽ നമുക്ക് ഈ ഒരു ബമ്പർ കിട്ടുക തന്നെ ചെയ്തു. അപ്പോൾ ഇതെന്തായാലും വെച്ചതിന് ശേഷം ഇതിനകത്ത് എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക, നമ്മുടെ വിഞ്ച് വെക്കുന്നതിന് മുമ്പ് എല്ലാ ലൈറ്റ്സ് വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് എന്തായാലും ആ ഒരു കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് കാലം എന്തായാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേണ്ടി വരും. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷന് നമ്മൾ അഡ്വൈസബിൾ അല്ല. സോ അവർ ഓൺ റിസ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പ്രാഡിൻ്റെ ബമ്പർ വരുന്നതിനോട് ഭയങ്കര ഹെവി ക്വാളിറ്റി പാക്കിങ്ങിലൊന്നുമല്ല ഈ ഒരു ബമ്പർ വരുന്നത്. കാരണം ആ ഒരു ബമ്പറിനേക്കാളും ഏകദേശം ഒരു 4,000 to 5,000 റേഞ്ച് കുറവാണ് ഈ ഒരു ബമ്പറിന് വരുന്നത്. എന്തായാലും വളരെ അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസിൽ തന്നെ നിങ്ങൾ അനൂപിനെ കോൺടാക്ട് ചെയ്തതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അനൂപ് തരും. അനൂപാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അനൂപാണ് നമുക്ക് ഈ ഒരു ബമ്പർ ഇവിടെ എത്തിച്ച് തരുന്നത്. നിങ്ങളുടെ ഓർഡർ പ്ലേസ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല ഓർഡർ ഓൾറെഡി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബമ്പറിൻ്റെ കാര്യം മെയിനായിട്ട് പറയുന്നത്, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരു ജിപ്സി അല്ലെങ്കിൽ ഒരു 4x4 വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ഈ ഒരു ബമ്പർ കിട്ടും? നമുക്കിപ്പോൾ 1,00,000 രൂപ 2,00,000 രൂപ കൊടുത്തും നമ്മുടെ ആക്സറീസ് ഒന്നും ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ബമ്പർ മാത്രമല്ല നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്, നമ്മൾ 764 മാക്സിസിൻ്റെ 235 നമ്മൾ ടയർ എടുത്തിട്ടുണ്ട്, വിത്ത് ഓഫ് റോഡ് റിം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യാം. ആ വീഡിയോ ശരിക്കും എനിക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടമില്ല, വണ്ടിയിലിട്ട് ഫുള്ളായിട്ട് കാണിക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് നമ്മൾ വണ്ടി ടയർ എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു ഫോട്ടോ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിലും ടയർ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ബമ്പറിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു ബാക്കിൽ നമ്മൾ വലിയ ടയർ ഇടുന്ന സമയത്ത് നമുക്ക് ടയർ ക്യാരിയർ വേണ്ടി വരുന്നുണ്ട്. ടയർ ക്യാരിയർ വിത്ത് ബമ്പർ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ടൈപ്പ് ഒരു ടയർ ക്യാരിയർ വിത്ത് ബമ്പർ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടയർ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ജിപ്സിയിൽ നമ്മൾ ബാക്കിലത്തെ ടയർ ഹാർഡ് ടോപ്പിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഡോറിന് ഈ ഒരു ടയറിനെ താങ്ങാനുള്ള ശേഷി വളരെ കുറവാണ്. കുറേ കാലം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന കാണാം. എപ്പോഴും ലൂസായിട്ട് നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അനോയിങ് ആയിട്ടുള്ള കുറച്ച് നോയ്സ് ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളൊരു ഓഫ് റോഡ് റിം വിത്ത് ടയർ, ഒരു MT ടയേഴ്സൊക്കെ ഇടുന്ന സമയത്ത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് റിം തന്നെ നമ്മൾ ഈ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കൂടെ സ്റ്റോക്ക് റിം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നീണ്ടുപോകും. പക്ഷേ നമ്മൾ ഒരു ഓഫ് റോഡ് മോഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ MT ടയേഴ്സൊക്കെ ഇട്ടതിന് ശേഷം 5 ടയർ വരുന്ന സമയത്ത് ബാക്കിൽ ഒരു സ്റ്റെപ്പിന് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ഡോറിൽ നമുക്കിത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് വണ്ടിയുടെ ബോഡിയിലോട്ട് പോകുന്നുണ്ട്. ഓൾറെഡി തന്നെ ഇതൊന്നും വലിയ ഒരു ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. നല്ല ലൂസാവും, വണ്ടി ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ലൂസാവാനും അതുപോലെ തന്നെ ഹിഞ്ചസ് എല്ലാം കുളമാവാനും ഉള്ളൊരു സാധ്യത വരുന്നുണ്ട്. സോ ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രാഡിൻ്റെ തന്നെ പ്രാഡിൻ്റെ ഓൾമോസ്റ്റ് സെയിം കോപ്പി തന്നെ വരുന്നൊരു ബമ്പറാണ് നമുക്ക് ടയർ ക്യാരിയർ വിത്ത് സ്റ്റെപ്പിനി ക്യാരിയർ വിത്ത് ബാക്ക് ബമ്പർ വരുന്നുണ്ട്. ആ ഒരു ബമ്പറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഈ 2 സാധനങ്ങൾ നമുക്ക് ഓർഡറിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനത്തിൻ്റെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, കുറച്ച് വർക്ക് കൂടുതലുള്ള സംഭവമാണ്. നമുക്ക് ഈ ഡോറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിപ്പോൾ പൊക്കിയെടുത്ത് കാണിച്ച് വെച്ച് തരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ബമ്പർ നമുക്കിവിടെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് ബമ്പർ മാറ്റിയിട്ട് ഇതിനകത്തുള്ള എല്ലാ ടെയിൽ ലാംപ്സും കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പിനി നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വലിയ ടയറിനെ കേപ്പബിളായ രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഫിറ്റിങ്സ് ഇതിനകത്ത് വരുന്ന ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബമ്പറിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ഡയറക്റ്റ് ചാസിസിലോട്ടാണ് ഈ ഒരു ബമ്പറിൻ്റെ ഫിറ്റിങ്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് റണ്ണിൽ അല്ലെങ്കിൽ ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബാക്കിലത്തെ സ്റ്റെപ്പിൻ്റെ ആ വെയിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അത് ചേസിസിലോട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോവുകയും ചെയ്യും. നമുക്ക് ബോഡിയെ അത്യാവശ്യം ഫ്രീ ആയിട്ട് വിടാനും പറ്റും. സോ ഇങ്ങനെയുള്ളൊരു ബമ്പർ നമ്മൾ പ്രാഡിൻ്റെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ബെറ്റർ ക്വാളിറ്റി എപ്പോഴും പ്രാഡ് തന്നെയാണ്. എന്നാൽ പോലും നമുക്ക് അതിനോട് ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ള കോപ്പി ആയിട്ടുള്ള പ്രോഡക്ട്സാണ് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രാഡ് ബമ്പർ വാങ്ങുന്നതിനേക്കാളും എങ്ങനെയായാലും ഒരു 5,000 to 6,000 ഒക്കെ ഓൾമോസ്റ്റ് അതിനേക്കാളും കുറവ് വരുന്നത്. എക്സാക്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അനൂപ് നിങ്ങളോട് ഷെയർ ചെയ്യും. അനൂപിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. അനൂപിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസും തരാം. സുമംബ ടയേഴ്സ് എന്നാണ് അവരുടെ പേര്. അവർ കണ്ണൂരിലാണ്. അത്യാവശ്യം കേരളത്തിലുടനീളം അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എത്തിക്കും. ടയേഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ
ഷാക്കിൾസ്, അതുപോലെ തന്നെ വേറുള്ള ഓഫ് റോഡ് റിമ്മുകൾ, ഇതുപോലുള്ള ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജീപ്പിൻ്റെയും ജിപ്സിയുടെയും ഒക്കെ ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനൂപിൻ്റെ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് അനൂപ് തരികയും ചെയ്യും. അപ്പോൾ ഓൾറെഡി നമുക്ക് ടയേഴ്സ്, റിമ്മും ഓഫ് റോഡ് റിമ്മും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ബമ്പറാണ്. അതായത് ബാക്ക് ബമ്പറും ഫ്രണ്ട് ബമ്പറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ ആ ബമ്പറിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ എയർലി ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഫാബ്സോൺവീൽസിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ ബമ്പറും ഇങ്ങനെ ഓഫ് റോഡ് ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫാബ്സോൺവീൽസിനുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒട്ടനെ വരുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ജിപ്സിയുമായിട്ടും യാത്രകളുമായിട്ടും ബന്ധപ്പെട്ട കിടിലൻ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാമ്പിങ്ങിലോട്ടായിരിക്കും. സോ പടിപടിയായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ജിപ്സി ആയിട്ട് മാറും.